നമ്മുടെ ചാനലിൻ്റെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ കയ്യിലൊരു പ്രൊഡക്റ്റ് ഉണ്ട്, കണ്ടില്ലേ? ഇതൊരു ബോട്ടിൽ പോലെ നമുക്ക് ഫീൽ ചെയ്യും, പക്ഷേ ഇത് ബോട്ടിലല്ല, ഇതൊരു ജ്യൂസറാണ്. നമുക്കൊരു 1-2 വർഷമായിട്ട് മാർക്കറ്റുകളിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു സംഭവമാണിത്. പക്ഷേ അത്രയ്ക്ക് നമ്മുടെ ഇടയിൽ ഇത് ഫേമസ് ആയിട്ടില്ല. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിത് റീചാർജബിൾ ജ്യൂസറാണെന്നുള്ളതാണ്. നമുക്ക് 2000 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ള റീചാർജ് ചെയ്തിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ജ്യൂസറാണിത്. നമുക്കിപ്പോൾ യാത്ര ചെയ്യുകയാണെങ്കിലും അതുപോലെ തന്നെ ജിമ്മിൽ പോവുകയാണെങ്കിലും എവിടെയെങ്കിലും നടന്നു പോവുകയാണെങ്കിലൊക്കെ പെട്ടെന്നൊരു ജ്യൂസ് കുടിക്കണമെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാൻ പറ്റാവുന്നതാണ്. ഇതിൻ്റെ ബോക്സാണിത്. ഇതിൻ്റെ ബോക്സിൽ കമ്പനി പറയുന്നത് കുറച്ച് ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. ആ ഫീച്ചേഴ്സും കൂടി നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം. ഇതിൽ 350 മില്ലി കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിൻ്റെ മൊത്തം കപ്പാസിറ്റി 350 മില്ലി. അതുപോലെ തന്നെ 2000 mAh ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ചാർജിങ് മോഡ് യൂസിങ് മൊബൈൽ ഫോൺ ചാർജർ ഓർ പവർ ബാങ്ക്. നമുക്ക് മൊബൈൽ ഫോൺ ചാർജർ യൂസ് ചെയ്തിട്ട് ഇത് ചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പവർ ബാങ്ക് യൂസ് ചെയ്തിട്ട് ഇത് ചാർജ് ചെയ്യാൻ പറ്റും. മാത്രമല്ല അതിന് മറ്റൊരു പ്രത്യേകത കൂടി കമ്പനി പറയുന്നുണ്ട്. ഇത് പറയണത് നമുക്കിപ്പോൾ മൊബൈലിൽ ചാർജ് കഴിഞ്ഞൊന്നും ഇരിക്കട്ടെ, 2000 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് മൊബൈലും ചാർജ് ചെയ്യാൻ പറ്റും. യൂസബിൾ ഇത് കണ്ടില്ലേ? ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് മൊബൈലും ചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടൊന്നുമില്ല, ഒരു പ്രൊഡക്റ്റ് വാങ്ങി അതിനെ പറ്റിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ ചെയ്യാണ്. പിന്നെ കമ്പനി പറയണത് ഇതിൽ 10-12 ടൈംസ് ഇത് ഒറ്റ ചാർജിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ചാർജിങ് ടൈം ഏകദേശം 3 മണിക്കൂർ ഇത് ചാർജിങ് ചെയ്യണം എന്നും കമ്പനി പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം പോരല്ലോ, നമുക്കിത് യൂസ്ഫുൾ ആണോ എന്നും കൂടിയുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഇത് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിലൊരു ആപ്പിൾ ജ്യൂസും അതുപോലെ മൂസമ്പി ജ്യൂസും ഉണ്ടാക്കി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കാം. ഞാൻ കട്ട് ചെയ്ത് വെച്ച പീസുകളൊക്കെ കുറച്ച് ഇടുന്നുള്ളൂ, ഒരുപാട് ഇടുന്നില്ല. ഒരുപാട് ഇട്ടാൽ ലോഡ് കൂടും. അതിനിട്ടതിന് ശേഷം മൂടി അടച്ചിട്ട് നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യാം. ഇത് ഉപയോഗിക്കുന്നത് ഇവിടെ ആണ് ഇതിൻ്റെ ബട്ടൺ വരുന്നത്. ഈ ബട്ടൺ ഒരു പ്രാവശ്യം ഞെക്കുക, അപ്പോൾ ലൈറ്റ് കത്തുന്നത് കാണാം. എന്നിട്ട് 2 പ്രാവശ്യം ഞെക്കുക. അഞ്ച് മിനിറ്റ് സമയമാണ് ഒരു ജ്യൂസിന് വേണ്ടതെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ചുകൂടി അതിൽ പീസ് ബാക്കിയുണ്ട്, അതും കൂടി ഇട്ടിട്ട് ഈ ജ്യൂസ് ഫിനിഷ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് മൂസമ്പി ജ്യൂസ് ഉണ്ടാക്കാം. അങ്ങനെ മൂസമ്പി ജ്യൂസിൻ്റെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു. ഇനി കുറച്ചുകൂടി പീസ് ബാക്കിയുണ്ട്, അതും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ മൂസമ്പി ജ്യൂസും കൂടി ഫിനിഷ് ചെയ്തിട്ട് ബാക്കി നമുക്ക് എങ്ങനെ നോക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ജ്യൂസറിൽ ആപ്പിൾ ജ്യൂസും മൂസമ്പി ജ്യൂസും ഉണ്ടാക്കി നോക്കി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നമസ്കാരം.